കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. ഇന്ന് 16ാമത്തെ ശ്ലോകമാണ് ചെയ്യേണ്ടത്. സ്തുതി തന്നെയാണ്. ധർമ്മ്യാണി ദേവി സകലാനി സദൈവ കർമാണ്യത്യാദൃത പ്രതിദിനം സുഹൃതി കരോതി സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദാൽ ലോകദ്വയേപി ഫലദാ നനു ദേവി തേന. നമുക്ക് അർത്ഥം നോക്കാം. ദേവി ഭവതി പ്രസാദാൽ, അതായത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്, ഭവതിയുടെ നിന്തിരുവടിയുടെ അനുഗ്രഹം കൊണ്ട്, അഥവാ പ്രസാദം കൊണ്ടെന്ന് പറയാം. സുകൃതി പ്രതിദിനം മീൻസ് സുകൃതിയായിട്ടുള്ള ഒരാൾ, അതായത് ജന്മസുകൃതം നല്ലോണമുള്ള ഒരു ഭാഗ്യവാൻ. പ്രതിദിനം വെച്ചാൽ ദിനം തോറും, സദാ ഏവ അത്യാദൃത വളരെ ആദരവോടുകൂടി എപ്പോഴും, സകലാനി ധർമ്മ്യാണി കർമാണി കരോതി, അതായത് എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും. ഇപ്പം നമ്മൾ പലതരം കർമ്മങ്ങളുണ്ടല്ലോ, നിത്യകർമ്മങ്ങൾ, നൈമിത്യ കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, അതായത് എന്തെങ്കിലും ഫലം ഇച്ഛിച്ചിട്ട് ചെയ്യണത്, അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. എല്ലാ കർമ്മങ്ങളും ധാർമ്മികമായിട്ട് അത്യാദരവോടുകൂടി ചെയ്യും. ആര്? സുകൃതികൾ. എന്തുകൊണ്ട്? എങ്ങനെ? ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. പൂർവജന്മ സുകൃതം നല്ലോണം ഉള്ള ഒരാൾ, ഭാഗ്യവാനായിട്ടുള്ള ആൾ, ദിനം തോറും എല്ലാ കർമ്മങ്ങളും ധാർമ്മികമായിട്ട്, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം വളരെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്നു. തതഃ അതിനാൽ സ്വർഗം ച പ്രയാതി, അവർക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യും. കാരണം ഫലേച്ഛുണ്ടെങ്കിൽ സ്വർഗം കിട്ടുമല്ലോ. തേന ദേവി, അതുകൊണ്ട് അല്ലയോ ദേവി ഭഗവതി, ലോകദ്വയേ അഭി, അതായത് രണ്ട് ലോകം, ഇഹത്തിലും പരത്തിലും നിന്ന്. എൻ്റെ വേറൊരു വേർഷനിൽ ലോകത്രയേബി എന്നുണ്ട്. അതായത് അപ്പം അത് കുറച്ചും കൂടി നമ്മൾ ശരിക്കും ലോകത്രയേബി വെച്ചാൽ, അതിൽ ദ്വയേബി എന്നാണ് ഞാൻ ഫോളോ ചെയ്യണതിൽ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇഹവും പരവും, അതായത് ഇഹലോകത്തിലും പരലോകത്തിലുള്ളതാണ്. പക്ഷെ ത്രയേബിന്ന് എടുത്താൽ നമുക്ക് മോക്ഷം കൂടി അതിൽ കൂട്ടാം. ലോകദ്വയേ ബി, അതായത് 3 ലോകങ്ങളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ 2 ലോകങ്ങളിൽ നിന്ന് പറയാം. ഫലദ നനു, കർമ്മഫലദായിനിയും ആണ് ഭഗവതി എന്ന്. അതായത് 3 ലോകം എന്നെടുത്താൽ ഇഹ ലോകം, പരലോകം, മോക്ഷലോകം 3 എടുക്കാം. അതായത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ധാർമ്മികമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. അതായത് ഇഹപര സുഖങ്ങളും പിന്നെ 3 ലോകമായിട്ട് മോക്ഷം ലഭിക്കുന്നുണ്ട്. പ്രയാതിച്ച എന്നത്, അതായത് ചാന്നുണ്ടല്ലോ, പ്രയാതി പ്രാപിക്കുന്നു എന്ന്. ലോകദ്വയേബി ചാന്നുണ്ട്, പ്രയാതി ചാന്ന്. അപ്പോൾ ആ ചാന്നുള്ളത് 3ാമത്തെ ലോകത്തിനെ കാണിക്കണതാവാം, അങ്ങനെ നമുക്ക് എടുക്കാം. അതായത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല കർമ്മങ്ങളൊക്കെ നല്ല ആദരവോടുകൂടി ചെയ്ത് ഇഹത്തിലത്തെ സുഖങ്ങൾ, അതായത് ഭൗതിക സുഖങ്ങൾ ലഭിക്കും, മരിച്ചുപോയ സ്വർഗസുഖവും ലഭിക്കും, അവസാനം മോക്ഷവും ലഭിക്കും എന്ന് വേണമെങ്കിൽ എടുക്കാം. അതായത് ഐഹികമായ ഫലം എപ്പോഴും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ കിട്ടും, അല്ലേ? അങ്ങനെയല്ലേ പറയുക നമ്മൾ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് ഐഹികമായ സുഖമൊക്കെ കിട്ടും. പിന്നെ അതായത് സൽക്കർമ്മങ്ങളിൽ ഐഹികമായ ഫലം എപ്പോഴും അങ്ങനെയല്ല പറയേണ്ടത് കേട്ടോ. എന്താ പറയേണ്ടത് അറിയോ? ശരിക്കും പറയാച്ചാൽ നമുക്ക് ഐഹികമായിട്ടുള്ള ഫലം ഏതാ അറിയോ? ദേവിയെ ഭജിച്ചാൽ സൽക്കർമ്മങ്ങളെ ചെയ്യാൻ തോന്നുള്ളൂ, അങ്ങനെയാണ് പറയേണ്ടത്. നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പം പിന്നെ മരിച്ചുപോയ സ്വർഗഫലം ആണ് അനുഭവം. ഇനി നമ്മൾ പരിശുദ്ധന്മാരായിട്ട് മരിച്ച് ജ്ഞാനം ഉദിച്ചിട്ട് മരിക്കുകയാണെങ്കിലോ മോക്ഷഫലം എന്താ? മോക്ഷഫലം നിത്യാനന്ദം, അല്ലേ? പെർമനൻ്റ് ആയിട്ടുള്ള ആ നിത്യമായ ആനന്ദമാണല്ലോ മോക്ഷഫലം.
അത് നമ്മൾ ശരിക്കും ഇവിടെ അത് മനസ്സിലാക്കേണ്ടതായിട്ടോ. അതായത് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള അനുഗ്രഹമാണ് ശരിക്കും ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഏറ്റവും സുഖാനുഭവം തരുന്നത്. ഐഹിക ലോകത്തിലെ ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്താ അറിയോ? സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ. ആ സുഖം പാണ്ഡവന്മാരെയൊക്കെ പോലെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള സുഖം. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും സുഖമുണ്ടേ. പിന്നെ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ ചെന്ന സ്വർഗഫലം അനുഭവിക്കും. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ എപ്പോഴാണ് ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് ശുദ്ധാവണ, അപ്പം ജ്ഞാനം ഉദിച്ച് മോക്ഷവും ലഭിക്കും. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം സാധ്യമാണെന്നർത്ഥം. അതായത് ഇപ്പം നോക്കൂ, ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കാണില്ലേ, നല്ല കുലമഹിമയുണ്ട്, നല്ല ബന്ധുക്കളുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ അങ്ങനത്തെ കുടുംബങ്ങളിലും എല്ലാ അറ്റ്മോസ്ഫിയറൊക്കെ റൈറ്റ് അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. എന്നാലും ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സുണ്ടാവില്ല. ഒന്നുകിൽ പൂർവജന്മവാസന കൊണ്ട് വല്ല ദുരയോ ഭയങ്കര ലോഭം, എത്ര കിട്ടിയാലും മതിയാവായോ, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാതിരിക്കുകയോ ഒക്കെ ആയാൽ പിന്നെ എത്ര സാഹചര്യം ഉണ്ടെങ്കിലും ധർമ്മമനുസരിച്ച് നടക്കാതിരിക്കാൻ നല്ല സാധ്യത ഉണ്ടാകും. നമ്മൾ കാണണ്ടല്ലോ അതല്ലേ. അതാണ് ഇവിടെ പറയണത്. എത്ര കുലമഹിമയും നല്ല ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നില്ല. അപ്പം ശരിക്കും പറയാച്ചാൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും നമുക്ക് സുഖം തരണത് സൽക്കർമ്മങ്ങൾ ചെയ്താലാണ്. ആ സുഖം ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ കിട്ടും. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ സ്വർഗത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ സുഖവും കിട്ടും. അല്ല, മനസ്സ് ശുദ്ധമായിട്ടാണ് മോക്ഷം കിട്ടിയാൽ നിത്യാനന്ദവും കിട്ടുമെന്നാണ് പറയണത്. അതാണ് പറയണത്. അതായത് ധർമ്മം മനസ്സ് നടക്കാതിരിക്കാൻ വേണമെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര നല്ല സാഹചര്യത്താലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭഗവതിയുടെ അനുഗ്രഹം തന്നെ വേണം എന്നാണ് ഇതിൽ നമുക്ക് പറഞ്ഞു തരണത് കേട്ടോ. അത് എത്ര ശരിയാണല്ലേ. അതാണ് ആരെയാണ്, അതും കൂടി പറയാൻ ശരിക്കത് മേക്ക് സെൻസ് കുറച്ചും കൂടി. ആരെയാണോ ഈ സംസാരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു പോകാൻ ദേവി ആഗ്രഹിക്കണ അവരെ കൊണ്ടാണ് അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ വേദത്തിൽ പറയുന്നുണ്ടത്. അതായത് നല്ല കർമ്മങ്ങൾ ചെയ്യിക്കുന്നു, അപ്പം നല്ല ഫലം. ഇഹലോകത്തിൽ നമുക്ക് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ സുഖാനുഭവം. പിന്നെ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ സുഖം. അല്ല, നല്ല ബുദ്ധി തെളിഞ്ഞ് ജ്ഞാനോദിച്ചാൽ മോക്ഷസുഖമായി. അപ്പോൾ ദേവി നമുക്ക് ആരെയാണ് ദേവിക്ക് സംസാരത്തിൽ നിന്ന് ഉയർത്തണം എന്നുള്ളത് അവരെ കൊണ്ടാണ് അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കലാണ് ദേവിയുടെ അനുഗ്രഹം. നമ്മൾ വിചാരിക്കണ എന്താ പറയുക, ഭൗതിക സുഖങ്ങൾ കിട്ടുന്നതിനേക്കാളും മനസ്സിന് സന്തോഷം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള സന്തോഷമാണെന്ന്. അത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. അത് പിന്നെ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ശ്രുതിയിൽ പറയുന്നുണ്ട്, ആരെയാണോ ദേവി സംസാരത്തിന് ഉയർത്തിക്കൊണ്ടാൻ പോകണത് അവരെ കൊണ്ടാണ് അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യിക്കുക എന്ന് ദേവി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നിയത്. കാരണം പിന്നെ നമുക്ക് ഇഹലോകത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താലാണല്ലോ മനസ്സുഖം ഉണ്ടാവുക. അതുകൊണ്ട് സ്വർഗം കിട്ടിയാൽ സ്വർഗത്തിലിരിക്കാം, അത് കഴിഞ്ഞിട്ട് മനസ്സ് ശുദ്ധമായാൽ മോക്ഷം കിട്ടാം. അത് എല്ലാറ്റിനും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ സാധിക്കും എന്നാണ് പറയണത് കേട്ടോ. ധർമ്മ്യാണി ദേവി സകലാനി സദൈവ അത്യാധൃത ആദരവോട് കൂടിയിട്ടേ പ്രതിദിനം സുഹൃതി കരോതി, സുഹൃതിയായിട്ടുള്ള ആള് സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദാൽ ലോകദ്വയേപി ഫലദാ നനുദേവി തേന. അതായത് ഇഹപര ലോകങ്ങളിലത്തെ സുഖവും മോക്ഷവും ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ 17 ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ഇനിയും ദേവിയെ പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങളാണ് കേട്ടോ പറയണത്. 17 എന്താ പറയണേ? ദുർഗേ സ്മൃത,
ദുർഗേ സ്മൃത, അതായത് ആപത്തിൽ, സാധാരണ നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ആപത്തെന്ന് പറയാം, പറഞ്ഞിട്ടില്ല ആപത്തെന്നാണ് വാക്ക്, പക്ഷേ ആപത്തിൽ അല്ലെങ്കിൽ ദുർഗയെ സ്മരിച്ചാൽ അശേഷ ജന്തോഹോ ഭീതിം ഹരസി, സകല പ്രാണികളുടെയും അല്ലെങ്കിൽ സകല പ്രാണികളിൽ നിന്നും ഉള്ള ഭീതി നമുക്ക് നശിക്കും, എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള ഭീതി നശിക്കും. ദേവിയെ ആപത്തിൽ സ്മരിച്ചാൽ എന്ന് പറയുക. കാരണം ഇനി എന്താ അറിയോ, അല്ലാത്തപ്പോൾ സ്മരിച്ചാൽ എന്താണെന്നും കൂടിയും പറയുന്നുണ്ടേ. അതായത് ആപത്തിൽ നമ്മൾ ആപത്തിൽ നിന്ന് രക്ഷിക്കണേച്ച് സ്മരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ആപത്തിൽ ദുർഗയെ സ്മരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഫലാപേക്ഷയോടുകൂടി സ്മരിച്ചാൽ എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അശേഷ ജന്തോഹോ ഭീതിം ഹരസി, നമ്മൾ എന്തിനെയാണ് ഭയക്കണം അതിൽ നിന്ന് നമുക്ക് ഭയവിമോചനം ഉണ്ടാവും. പിന്നെയോ പിന്നെ സ്വസ്ഥൈഹി സ്മൃതാഹ, മീൻ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ, അതായത് ഒരു ഫലേച്ഛ ഇല്ലാതെ സ്മരിച്ചാലോ, അപ്പോൾ ആദ്യത്തെ നമുക്ക് ആപത്തിലെന്നോ അല്ലെങ്കിൽ ഫലേച്ഛയോടു കൂടി സ്മരിക്കാമെന്ന് പറയാം. അതായത് ആപത്തിൽ സ്മരിച്ചാൽ നമ്മളെ ആപത്തിൽ നിന്ന് ഒഴിവാക്കും, അതായത് ഏതിനെ ഭയം വെച്ചാൽ അതിന്ന് മോചനം നൽകുമെന്ന് പറഞ്ഞു. പിന്നെ ഇനി സ്വസ്ഥൈ ഹി സ്മൃത, ഒരു ഫലേച്ഛയില്ലാതെ വെറുതെ സ്മരിച്ചാലോ അതീവ ശുഭം മതിം ദദാസി, അവർക്ക് അത്യന്തം ശുദ്ധമായിട്ടുള്ള ബുദ്ധി നൽകും, എന്നിട്ട് അവരെ അനുഗ്രഹിക്കും. അങ്ങനെ ബുദ്ധി ശുദ്ധായ എന്താ, ജ്ഞാനോദിക്കും, മോക്ഷം ലഭിക്കും. അപ്പം മോക്ഷദായിനിയും ദേവി തന്നെയാണ്, അതായത് ഭയവിനാശിനിയാണ്, മോക്ഷദായിനി, രണ്ടും ദേവിയാണ്. പിന്നെയോ അതായത് ഐഹിക സുഖങ്ങളൊക്കെ തന്നതിന് ശേഷം മോക്ഷം തരുന്ന, നമ്മൾ ആഗ്രഹിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ ഫലേച്ഛയില്ലാതെ പ്രാർത്ഥിച്ചാൽ മോക്ഷം തരും. പിന്നെ അതായത് ബുദ്ധി തെളിയിക്കും, അതാണ് പറഞ്ഞത്, ബുദ്ധി അത്യന്തം ശുദ്ധമായിട്ടുള്ള ബുദ്ധി നൽകും. അപ്പം ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ജ്ഞാനോദിക്കും, മോക്ഷം കിട്ടും. പിന്നെയോ ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി, നമുക്ക് ദാരിദ്ര്യം കൊണ്ടും ദണ്ണം കൊണ്ടും വ്യാധി കൊണ്ടും വിഷമാക്കി പല 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 അതിനുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കും ദേവിയെ സ്മരിച്ചാൽ. സർവോപകാരകരനായ സദാർദ്രചിത്ത, അതായത് സർവോപകാരകരനായ സദാ ആർദ്രചിത്ത ത്വതന്യക, വേറെ ആരാ ഉള്ളതാണ്, ത്വതന്യക ദേവിയെപ്പോലെ ഇങ്ങനെ ചെയ്യാൻ ആരാ ഉള്ളതാണെന്നാണ് പറയുന്നത്. എന്താ, എല്ലാവർക്കും ഉപകാരം ചെയ്യും, സദാ കാരുണ്യം കൊണ്ട് അരിഞ്ഞ ഹൃദയത്തോടും കൂടിയ ദേവി അല്ലാതെ നമുക്ക് ആരാ ഉള്ളത്, ദേവി അല്ലാതെ ആരാ അങ്ങനെ കാരുണ്യം ചൊരിയാനുള്ളതാണ്. അതായത് എന്താ പറയണറിയോ, ഭക്തന്മാരിലും ഭക്തി ഇല്ലാത്തവരിലും, അതായത് ഒട്ടും ഭക്തി ഇല്ലാത്തവരിലും ഭക്തന്മാരിലും, ഇനി ഒരു ഉദാസീനത അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക്, ഉദാസീനന്മാരിലും, എന്തിനു പറയണു, ശത്രുക്കളിൽ കൂടിയും ശത്രുക്കൾക്ക് കൂടിയും ഉപകാരം ചെയ്യുന്നതിനുള്ള മനസ്സ് വേറെ ആർക്കാണുള്ളത്, അങ്ങനെ ചെയ്യാനുള്ള മനസ്സിൻ്റെ അലിവ് ആർക്കാണുള്ളത്, സകലർക്കും സകലവിധ ശ്രേയസ്സുകളും ഉണ്ടാവുന്നതിന് ഏത് നേരവും മനസ്സിൽ അലിവുള്ള വേറെ ആരുണ്ട്, അലിവുള്ളവരായിട്ട് വേറെ ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അതായത് ദേവി തന്നെയാണ് ഉള്ളതെന്ന് പറയൂലോ, അതാണ് അതിൽ പറഞ്ഞത് കേട്ടോ. അതായത് ആപത്തിൽ സ്മരിച്ചാൽ നമുക്ക് എല്ലാ ഭയവിനാശനം. പിന്നെയോ നമ്മൾ ഫലേച്ഛയില്ലാതെ സ്മരിച്ചാൽ ബുദ്ധി തെളിഞ്ഞ് മനസ്സ് പരിശുദ്ധമായി ജ്ഞാനം ഉദിച്ച് നമുക്ക് മോക്ഷം. പിന്നെയോ ദാരിദ്ര്യം, അങ്ങനത്തെ നമ്മളെ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ ഈ 3 തരം ദുഃഖം ഉണ്ടല്ലോ, ആദിഭൗതികമാധി ദൈവികമാധി, പിന്നെ ആ 3 തരം ദുഃഖം ഉണ്ടല്ലോ, അത് മുഴുവൻ ഭഗവതി മാറ്റും. പിന്നെയോ എല്ലാവർക്കും ഉപകാരം ചെയ്യും, സർവോപകാരകരനായ, അതായത് ഭക്തന്മാരെന്നോ ദുഷ്ടന്മാരെന്നോ ശിഷ്ടന്മാരെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ഉപകാരം ചെയ്യും. അതാണ് പറഞ്ഞത്, ഭക്തന്മാർക്കും ഭക്തി ഇല്ലാത്തവർക്കും ഉദാസീനന്മാർക്കും ശത്രുക്കൾക്കും കൂടി ഉപകാരം ചെയ്യാനുള്ള അത്ര ആർദ്രമായ മനസ്സ് വേറെ ആർക്കാണ് ഉള്ളത് എന്നാണ് ഇതിൽ ചോദിക്കണത്. ഈ ശത്രുക്കളൊക്കെ എങ്ങനെയാണ് ഉപകാരം ചെയ്യണമെന്നൊക്കെ ഇനി പറയും കേട്ടോ അടുത്ത ശ്ലോകങ്ങളിൽ. അപ്പോൾ 17 വായിച്ച് നമുക്ക് 18ലേക്ക് ചെയ്യാം. അതായത് ദേവിയെപ്പോലെ കാരുണ്യമുള്ളവരാരുമില്ല, എല്ലാവരെയും സഹായിക്കാൻ ശരിക്കും എപ്പോഴും മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന ആളാണ്.
ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോः സ്വസ്ഥൈ സ്മൃതാ മതി ഇവ ശുഭം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വധന്യ കാന്ന് വേറെ ആരുണ്ട്? സർവോപകാരകരണായ സദാർദ്രചിത്ത മനസ്സലിഞ്ഞിട്ടുള്ള കാരുണ്യം. ഓക്കെ, ഇനി 18. ഏഭിർഹതൈർജഗതുപൈതി സുഖം ന ചൈതേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേദി നൂനമഹിതാൻ വിനിഹംസി ദേവി. എങ്ങനെയാണ് ശത്രുക്കളെ രക്ഷിക്കണേ എന്ന് ചോദ്യം വരുമല്ലോ. അപ്പോൾ ശത്രുക്കളെ രക്ഷിക്കണ്ടെന്ന് പറയും. എങ്ങനെയാണ് ഇപ്പോൾ ശത്രുക്കളെ കൊല്ലല്ലേ ചെയ്ത്? അപ്പോൾ എങ്ങനെ രക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, അതായത് സർവോപകാര തത്പരയാണ് ദേവി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കും കൂടി ഉപകാരം ചെയ്യുന്ന ദേവിയാണെന്ന് പറയുമ്പോൾ എന്നാൽ ഈ അസുരന്മാരെ കൊന്നത് ഉപകാരമാണെന്ന് പറയാൻ പറ്റുമെന്ന് നമുക്കൊരു ചോദ്യം വരാം ഇല്ലേ? സർവോപകാര തത്പരയാണ്, ശത്രുക്കളെയും കൂടിയും ശത്രുക്കൾക്കും കൂടിയും ഉപകാരം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുല്ലോ നമ്മൾ ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ. എന്നാൽ അങ്ങനെയാണെങ്കിൽ അസുരന്മാരെ കൊന്നതൊക്കെ ഉപകാരമാണോ? അതേ എന്നാണ് പറയുന്നത്. അതെ, അതിനാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. നിഗ്രഹം അനുഗ്രഹമായിട്ട് തീരും. അതാണ് ഇവിടെ. അത് നമുക്ക് ആലോചിക്കാം. എങ്ങനെ? ഹതൈഹി ഏഭി ജഗത് സുഖം ഉപേതി. ഇവരെ വധിച്ചോണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ഇവരെ ഹതൈഹി ഏഭി, ഇവരെ വധിച്ചത് ജഗത് സുഖം ഉപേതി, ജഗത്തിന് സുഖം ഉണ്ടാക്കുന്നു. കാരണം ദുഷ്ടന്മാരാണ് എല്ലാവരും ഉപദ്രവിക്കുന്നത്, അപ്പോൾ ജഗത്തിന് സുഖമായി. അതൊന്ന്. ഏതേ ഇവർ ചിരായ നരകായ, ഇവരെ ഇപ്പം കൊന്നില്ല വെച്ചാൽ ഇനിയും ദുഷ്ടതകൾ ചെയ്ത് 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 ചിരായ നരകായ സ്ഥിരം നരകത്തിൽ കഴിയേണ്ടി വരുമാറ് പാപം ന കുർവന്തു നാമാച്ച. അതായത് ഇപ്പം ഇവരെ കൊന്നത് ശരിക്കും അനുഗ്രഹം. എന്താ കാരണം അറിയാം? അവരല്ലെങ്കിൽ പാപം ചെയ്തും കൊണ്ടേയിരിക്കും. ഒരിക്കലും നരകത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. അപ്പം ഇപ്പം കൊല്ലാണ് നല്ലത്, ഇനിയും ചെയ്യാണ്ടിരിക്കാൻ. അതാണ് പറയണത്. ചിരായ നരകായ സ്ഥിരം നരകത്തിൽ കഴിയേണ്ടി വരുമാറ് പാപം ന കുർവന്തു നാമ ച. പാപം ചെയ്യുകയും അരുതല്ലോ, എങ്ങനെയെങ്കിലും അതൊന്ന് രക്ഷിക്കണ്ടേ. അപ്പം എന്താ എങ്ങനെയാ പിന്നെ നരകത്തിൽ നിന്ന് കരകയറുക? എത്ര പാപം ചെയ്താൽ പിന്നെ നരകത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ലല്ലോ. അതിന് പകരം എന്താ ചെയ്ത ദേവി? സംഗ്രാമ മൃത്യു, യുദ്ധത്തിൽ മരണം അധിഗമ്യ ദിവം പ്രയാന്തു. അതായത് യുദ്ധത്തിൽ മരണം പ്രാപിച്ച ഇവർ സ്വർഗത്ത് പോട്ടെ എന്നുള്ള കാരുണ്യം. അതായത് വീരസ്വർഗം പ്രാപിക്കട്ടെ എന്ന്. അതായത് ഈ പിന്നെന്താണ്, ശരിക്കും ശത്രുപക്ഷത്ത് നിന്നിട്ട് വളരെ വിശ്വസ്തമായ ഒരു യോദ്ധാവായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചാൽ സ്വർഗം കിട്ടുന്നതാണ് പറയുക. അതായത് പിന്നെ സ്വർഗത്തിൽ പോകുന്ന വീരസ്വർഗം എന്ന് പറയൂലോ. അപ്പോൾ ദേവി ഇതിമത്വ, ദേവി ഇങ്ങനെ വിചാരിച്ചിട്ടാണ് അത്രേ അഹിതാൻ വിനിഹംസി നൂനം, ശത്രുക്കളെ വധിച്ചത് ഉറപ്പാണെന്ന്. നൂനം ഉറപ്പാണ്, ഇതുകൊണ്ടാണ് ശത്രുക്കളെ വധിച്ചത്. അവർക്കും ശരിക്കന്നെ ആ നിഗ്രഹം ഒരു അനുഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ, അതായത് ദുഷ്ടന്മാരെ ദേവി ശിക്ഷ കൊണ്ട് രക്ഷിക്കണു. ശിഷ്ടന്മാരെയോ, നല്ല ആൾക്കാരെ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെയല്ലേ ഉണ്ടായത്? ഇപ്പോൾ ദേവന്മാരെ അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നെയോ പേടിയുള്ള കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു പറഞ്ഞില്ലേ, രക്ഷിച്ചു. എന്നിട്ട് ഈ ദുഷ്ടന്മാരെ എങ്ങനെയാണ് രക്ഷിച്ചത്? ശിക്ഷിച്ചിട്ട് നിഗ്രഹിച്ചു. അപ്പം അവരധികം പാപം ചെയ്യാതെ കഴിഞ്ഞു. അവർക്ക് നരകത്ത് പോണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, വീരസ്വർഗം കിട്ടും ചെയ്തു അല്ലേ. അതാണ് ശിഷ്ടന്മാരെ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നിട്ടോ ഇനി പിന്നെ ഇവരെ കൊന്നില്ലെങ്കിൽ, ഈ ദുഷ്ടന്മാരെ കൊന്നില്ലെങ്കിൽ ഇനിയും അനവധി കാലം അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് സ്ഥിരം നരകഫലം അനുഭവിക്കേണ്ടി വരും. അത് വേണ്ടാച്ചിട്ട് അതിനേക്കാൾ അവർക്ക് ശ്രേയസ്കരം എന്താണ്? ഈ പിന്തിരിയാതെ പൊരുതി ധൈര്യമായി പൊരുതി മരിച്ച വീരസ്വർഗം വരിക്കലാണ് അവർക്ക് അധികം നല്ലത്, ലഭിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് അവരെ കൊന്നത്. അല്ലെങ്കിൽ അവർ എത്രയോ ദുഷ്കൃതങ്ങൾ ചെയ്ത് അനവധി കാലം നരകത്തിൽ ചെയ്യണതിനെ ദേവി ശരിക്കും ഇല്ലാതെയാക്കി. പിന്നെ എന്താണ്, നല്ല പിന്നെ യുദ്ധത്തിൽ പിന്തിരിയാതെ പൊരുതി മരിച്ച് അവർക്ക് വീരസ്വർഗം ലഭിക്കുകയാണ്.
ആണ് നല്ലതെന്ന് കരുതിയിട്ടാണ് ദേവി അവരെയൊക്കെ വധിച്ചത്. അതായത് സത്യം പറഞ്ഞാൽ ദേവിയുടെ ഈ അസുര നിഗ്രഹം ഉണ്ടല്ലോ, ദേവന്മാർക്ക് എത്ര ഗുണമായി, അതുപോലെ തന്നെ വധിക്കപ്പെട്ട അസുരന്മാർക്കും അനുഗ്രഹം തന്നെയാണെന്ന്. അതാണ് കഴിഞ്ഞതിൽ പറഞ്ഞാൽ ശത്രുക്കളെ അനുഗ്രഹിക്കുന്നത്. പക്ഷെ പലതരത്തിലാണ്. അപ്പോൾ ഇതിന്ന് എന്താ നമുക്കൊരു നല്ല പാഠം എനിക്ക് തോന്നണത് അറിയോ? അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടല്ല കേട്ടോ, എന്താ അറിയോ പറഞ്ഞത്, നമുക്ക് പലപ്പോഴും നമ്മളെ എന്തിനാ ശിക്ഷിക്കണമെന്നൊക്കെ ആൾക്കാർ നമ്മൾ പറയുമല്ലോ, അയ്യോ എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കണം, അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ, അതൊന്നും ശിക്ഷയല്ല എന്നാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ആ സ്പിരിച്വൽ മീനിങ് ഉണ്ടല്ലോ, അതെന്താ വെച്ചോ, നമ്മളെപ്പോഴും ആരാണ് ദേവിയെ ആശ്രയിക്കണം അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കണം. ഇപ്പം ഇതിപ്പോൾ നമ്മൾ മഹാത്മാവോട് ദേവി പറയണം, ഭാഗവതാണെങ്കിൽ ഭഗവാൻ പറയും, പിന്നെ എന്താണ് ശിവപുരാണമാണെങ്കിൽ ശിവൻ പറയും. ഞാൻ പറയണത് ഏതായാലും ആ ശക്തി നമ്മൾ നല്ലോണം ശരണാഗതി അടഞ്ഞാൽ നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളതേ തരൂ. എന്താ വെച്ചാൽ ഭഗവതിക്കോ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഭഗവതിക്ക് അറിയാം നമുക്ക് എന്താ ശ്രേയസ്കരം നമുക്കറിയില്ല. അപ്പം നമുക്ക് തൽക്കാലം ആഗ്രഹമുള്ളതൊന്നും സാധിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ എന്നെ ശിക്ഷിക്കണമെന്ന് പറയും. പക്ഷേ നമ്മളെ ഭഗവതിയോട് അടുപ്പിക്കാനും നമ്മളെ മനസ്സിനെ പരിശുദ്ധമാക്കാനും അറിയില്ലല്ലോ എന്താന്ന്. അപ്പം എന്താ ഇതെന്ന് മനസ്സിലാവണമെന്ന് വെച്ചാൽ അസുരന്മാരുടെ നിഗ്രഹം ശരിക്കും അനുഗ്രഹമായിരുന്നു. അവർക്ക് മനസ്സിലായി ഒന്നിശല്യാതെ. പക്ഷേ ദേവിയുടെ ഉള്ളിൽ ഒരാളെയും ദേവി പിന്നെ ദയയില്ലാതെ ഒരാളോടും പെരുമാറില്ല. ശത്രുക്കളോട് അവർക്ക് എന്താ നല്ലതെന്ന് നോക്കും, പിന്നെ ശിഷ്ടന്മാർക്കും അവർക്ക് എന്താ നല്ലതെന്ന് നോക്കും. അപ്പം അതിന്ന് നമുക്കിതിന്ന് കിട്ടാവുന്ന ഒരു പാഠം അതാണ്. നമ്മൾ ശരണാഗതി അടയുമ്പോൾ ഭഗവാനാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് നല്ലതേ വരൂ. നമുക്ക് തൽക്കാലം നല്ലതല്ല എന്ന് തോന്നിയാൽ പോലും നമുക്കറിയാത്ത ഏതൊക്കെയോ കാരണങ്ങളുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് ശ്രേയസ്കരമാണ്, ആത്യന്തികമായ ശ്രേയസ്സിനാണ്, അല്ലെങ്കിൽ ഫോർ ദ ഇറ്റേണലി ഗുഡാണ് എന്നുള്ള ഒരു 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 പാഠമാണ് നമുക്കിതെന്ന് പറയണതേ. അസുരന്മാരുടെ നിഗ്രഹം അനുഗ്രഹമായി തീർന്നു അല്ലേ? ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ? അത് വളരെ ശരിയായിട്ട് തോന്നി. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി സമയം നോക്കട്ടെ, 22. അപ്പോൾ ഒന്നും കൂടിയും ചെയ്യാം കേട്ടോ. 18 വായിച്ച് 19 ചെയ്യാം. ഏഭിർഹതേ ജഗതുപേതി സുഖം ന ചൈതേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യു. സംഗ്രാമമൃത്യു പറഞ്ഞാൽ യുദ്ധത്തിൽ വീരസ്വർഗം കിട്ടണതാണ്. യുദ്ധത്തിൽ മരിച്ചിട്ടേ, സംഗ്രാമം വെച്ചാൽ യുദ്ധത്തിൽ മരിക്കുക. അതായത് ശരിക്കും പൊരുതി മരിച്ചാൽ വീരസ്വർഗം കിട്ടും. സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേദി നൂനമഹിതാൻ വിനിഹംസി ദേവി. ഇനി 19. ദൃഷ്ട്വൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരാനരിഷു യത്പ്രഹിണോഷി ശസ്ത്രം. സർവാസുരാനരിഷു യത്പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തു രിപവോപി ശസ്ത്രഭൂതാ ഇത്തം മതിർഭവതി തേഷ്വഹിതേഷു സാധ്വി. എന്താ പറയണേ 19? ഓക്കെ, 19 എന്താ നമുക്ക് നോക്കാം. അതായത് അസുര നിഗ്രഹം അനുഗ്രഹം തന്നെയാണെന്നതിന് വേറെ തെളിവുകൾ പറയുകയാണ്. അതായത് ദേവി ഭവതി ദൃഷ്ട്വ ഏവ, ഭഗവതിയെ ഒന്ന് നോക്കിയാൽ തന്നെ, ഭഗവതി ദർശനം ലഭിച്ചാൽ തന്നെ സർവാസുരാൻ ഭസ്മന പ്രകരോധിക്കും. ആ ഭഗവതിയുടെ കോപാഗ്നിയിൽ അസുരന്മാരെ എല്ലാം ഭസ്മമാക്കാൻ പറ്റുമായിരുന്നുവല്ലോ. ഭഗവതിയൊരു ദർശനം, അതായത് ദേഷ്യപ്പെട്ട മുഖമാണെങ്കിൽ കോപാഗ്നിയിൽ ഒന്ന് ആ ഭഗവതിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, എന്നാൽ അവർ മുഴുവൻ ഭസ്മാക്കാൻ ഭഗവതിക്ക് കഴിവുണ്ട്. അതായത് അസുരന്മാരെല്ലാം ഭസ്മാക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഭസ്മാക്കിയില്ല. എന്നിട്ടും അരിഷു ശസ്ത്രം പ്രഹിണോഷിയത്, ശത്രുക്കളുടെ നേർക്ക് ആയുധം പ്രയോഗിക്കുക തന്നെ ചെയ്തത്, യുദ്ധം ചെയ്തു ദേവി. വെറുതെ ഒരു നോക്കുകൊണ്ട് അവരെ ദഹിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ നോക്കൂ, കൃഷ്ണൻ ഇവരെ പിന്നെന്താണ് അഗ്നി അല്ലേ കുടിച്ചിട്ട് ഗോപന്മാരെ രക്ഷിച്ചു ഇല്ലേ അന്ന്, പിന്നെ കാട്ടു തീയുന്ന. അതുപോലെയൊക്കെ ദേവിക്ക് വേണമെങ്കിൽ ദേവിയുടെ മുഖം അവർ കാണുമ്പോൾ തന്നെ അവർ മുഴുവൻ ഭസ്മാവാൻ വേണമെങ്കിൽ ഒരു വിഷമവും ഇല്ല.
പക്ഷെ ദേവി അത് ചെയ്തില്ല. അരിഷു, അതായത് ശത്രുക്കളെ ശസ്ത്രം പ്രഹിണോഷിയത്, ശസ്ത്രം കൊണ്ട് ആയുധം പ്രയോഗിക്കുകയാണ് അവർ നേരത്തെ ചെയ്തത്. അപ്പോൾ രിപവാഹ അഭി, ശത്രുക്കളാണെങ്കിലും മേ ശസ്ത്രപൂതാഹ ലോകാൻ പ്രയാന്തു എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ശത്രുക്കൾ തന്നെയാണ് ഇവരെന്നാലും മേ ശസ്ത്രപൂത, എൻ്റെ ശസ്ത്രങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ട് അവർ ഉത്തമ ലോകം, ലോകാഞ്ച ഇവിടെ സ്വർഗമാണ് വിചാരിക്കണം കേട്ടോ, ലോകാൻ പ്രയാന്തു ഉത്തമമായിട്ടുള്ള ലോകം സ്വർഗം പ്രാപിക്കട്ടെ, തേഷു എന്നിപ്രകാരം അഹിതേഷു അഹിതം ചെയ്യുന്ന ശത്രുക്കളോട് പോലും ഇത്തം സ്വാധീമതി ഭവതീഹി, ഇപ്രകാരം എന്താ നല്ല മനസ്സ് അനുഗ്രഹ ബുദ്ധി ഭവതിക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഭസ്മാക്കാതെ യുദ്ധം ചെയ്ത് വധിച്ചത്. അതാണ് പറയുന്നത്. അതായത് ശരിക്കും കാണ്ട ഭഗവതർ ആ ദേഷ്യം വന്ന മുഖത്തേക്ക് ആ മുഖത്തേക്കൊന്ന് നോക്കേ വേണ്ടു, ശരിക്കും അവിടെ അവരെ ഭസ്മമാക്കാമായിരുന്നു ദേവിക്ക്. പക്ഷേ ഭഗവതർ അനുഗ്രഹ ബുദ്ധി കൊണ്ടാണെന്ന്, അസാധ്വേന ആ സാധ്വിമതി, അതായത് മതി പറഞ്ഞ ബുദ്ധിയല്ലേ, ആ വളരെ അനുഗ്രഹം നൽകാനുള്ള ആഗ്രഹം എപ്പോഴും ഉള്ളിലുള്ള ബുദ്ധി, ആ അനുഗ്രഹ ബുദ്ധി കൊണ്ടാണ് അവരെ യുദ്ധത്തിൽ അവനവൻ തന്നെ പോയി ആ ശസ്ത്രങ്ങളെ കൊണ്ട് അവരെ പരിശുദ്ധരാക്കി. ദേവിയുടെ ശസ്ത്രങ്ങളല്ലേ, ദേവിയുടെ മേ ശസ്ത്രഭൂതാഹ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ആ ശസ്ത്രങ്ങളെ കൊണ്ട് അവരെ പരിശുദ്ധമാക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഭസ്മമാക്കാണ്ട് തൻ്റെ ശസ്ത്രങ്ങൾ കൊണ്ട് അവരെ യുദ്ധത്തിൽ വധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ശത്രുക്കളോട് പോലും എങ്കിൽ ഭക്തന്മാരോട് അല്ലെങ്കിൽ സാത്വിക ഭക്തന്മാരെ ദേവിക്ക് എത്ര അനുഗ്രഹ ബുദ്ധി ഉണ്ടാവും, അതാണ് പറയുന്നത്. അതായത് ഭഗവതി അവരെ വധിച്ച ദേവന്മാർക്ക് രക്ഷ നൽകി, എന്നിട്ട് അവർക്ക് സ്വർഗവും കൊടുത്തു. വെച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഉള്ള സുഖം കൊടുക്കാൻ ദേവന്മാരോട് പറഞ്ഞു എന്ന് പറയാം, അങ്ങനെ പറയാമല്ലോ. അതായത് ഭഗവതി ഈ അസുരന്മാരെ വധിച്ച് ദേവന്മാർക്ക് രക്ഷ നൽകിയപ്പോൾ ദേവന്മാർ അവർക്ക് സ്വർഗം നൽകി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുല്ലോ അല്ലേ, ഉപകാരം ചെയ്യുന്നു. അതായത് മരണപ്പെട്ട അസുരന്മാരെ ഉപകാരം ചെയ്യുമ്പോൾ സ്വർഗദാനം ചെയ്ത് ദേവന്മാർ സ്വന്തം ജീവൻ കളഞ്ഞ് അവർ ദേവന്മാർക്ക് ഉപകാരം ചെയ്തു. ദേവിയാണ് കൊന്നത്, പക്ഷേ എങ്കിലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ദേവന്മാർക്ക് രക്ഷയായി. അതേസമയം ദേവന്മാർ സ്വർഗം ദാനം ചെയ്ത് അവരെയും സഹായിച്ചു. അങ്ങനെയാണ് ഇതിലുണ്ടായതല്ലേ ശരിക്ക്. അപ്പോൾ പിന്നെ ശരിക്ക് ദേവിക്ക് ഒരൊറ്റ നോട്ടം കൊണ്ട് അവരെ മുഴുവൻ ഭസ്മമാക്കാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? എൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് അവർ പരിശുദ്ധരാവട്ടെ എന്ന് ദേവി വിചാരിച്ച് അതിനുവേണ്ടി എല്ലാവരോടും അസ്ത്രങ്ങൾ വെച്ച് യുദ്ധം ചെയ്ത് അവരെയൊക്കെ പരിശുദ്ധരാക്കി വീരസ്വർഗം നൽകി. അപ്പോൾ പ്രാക്ടിക്കലി എന്താണ് ഫലം ഉണ്ടായത് ചോദിച്ചു വെച്ചാൽ, ദേവന്മാർക്ക് അസുരന്മാരിൽ നിന്ന് രക്ഷ കിട്ടി, അസുരന്മാർക്ക് ദേവന്മാർ സ്വർഗവും കൊടുത്തു. ദേവി കാരണമാണ്, പക്ഷേ അല്ലേ, അങ്ങനെയാണപ്പോൾ ഉണ്ടായത്. അതായത് പിന്നെ ശിഷ്ടന്മാരെയും ദുഷ്ടന്മാരെയും ഒക്കെ ദേവി അനുഗ്രഹിക്കുക തന്നെയാണ് ചെയ്യണത്. അത് ദേവിക്ക് അനുഗ്രഹിക്കാനല്ലാണ്ട് യാതൊരു ബുദ്ധിയില്ല, അനുഗ്രഹ ബുദ്ധിയുള്ളൂ. പക്ഷേ എങ്ങനെ അനുഗ്രഹിക്കണമെന്നുള്ളത് ആ ആളുടെ പ്രാരബ്ധകർമ്മവും അനുഭവിക്കാനുള്ളത് വെച്ചിട്ടേ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. കാരണം ദേവി ഫലദായിനിയല്ലേ. അപ്പം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ എത്രത്തോളം കുറച്ച് നമുക്ക് എത്രത്തോളം സഫറിങ് കുറയ്ക്കാമെന്നാണ് ദേവി നോക്കണത്. അസുരന്മാർക്കാണെങ്കിലും ഭക്തന്മാർക്കാണെങ്കിലും ഭക്തി ഇല്ലാത്തവർക്കാണെങ്കിലും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ എല്ലാവരോടും എപ്പോഴും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശ്ലോകം ചൊല്ലി നിർത്താം. ദൃഷ്ട്വൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരാ നരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയന്തു രിപവോഭിഃ ശസ്ത്രഭൂതാ ഇത്തം മതിർഭവതി തേഷ്വഹിതേഷു സാധ്വി. എന്തൊരു നല്ല ഐഡിയ ആയിരുന്നു അല്ലേ അതെ ദേവിയുടെ. അപ്പോൾ നമുക്ക് വരുന്നതൊക്കെ ഭഗവതിയെ, നമുക്ക് വരുന്നതെല്ലാം ഭഗവതി ശ്രേയസ്കരമായിട്ടുള്ളതേ തരുള്ളൂ. നമുക്ക് വരുന്നതൊക്കെ നമുക്ക് അൾട്ടിമേറ്റ്ലി
നമുക്ക് ഇറ്റേണലി ഗുഡ് തന്നെയാണ് എന്ന് വിശ്വസിച്ച് ഇരിക്കണം എന്നാണ് ഭഗവതി പറഞ്ഞത്. അങ്ങനത്തെ ഭഗവതിക്ക് എല്ലാവരോടും എപ്പോഴും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ ഭഗവതിയുടെ മുമ്പിൽ നമുക്ക് നമസ്കരിച്ച് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.